പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള 2-3 കറികളാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ നല്ല രുചിയിലും ഹെൽത്തി ആയിട്ടുള്ള കറികളാണ് ഇന്ന് തയ്യാറാക്കുന്നത്. കറി ഉണ്ടാക്കാനായി ഒരു 10 വെണ്ടക്ക കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അധികം നേരിയതല്ല, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളക്, ഒരു കഷ്ണം സവാള, 3 വെളുത്തുള്ളി. ഇനി പാത്രത്തിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുത്ത് പച്ചമുളക്, മുറിച്ച് വെച്ച സവാളയും 3 അല്ലി വെളുത്തുള്ളിയും, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. വെള്ളം കുറച്ച് മതി, വെണ്ടക്കൊക്കെ അധികം വെള്ളം വേണ്ട. ഇനി ഒരു പാത്രത്തിലേക്ക് 10 ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞ് നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട്. അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് 5-6 അച്ചിങ്ങ പയർ നീളത്തിൽ മുറിച്ചതും ചേർത്ത് ഇനി ഇതിലേക്ക് ചക്കക്കുരു വേവാൻ ആവശ്യത്തിന് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചക്കക്കുരുവിന് കുറച്ച് വേവ് അധികമുണ്ട്, അതുകൊണ്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇതിനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ചക്കക്കുരുവും പയറും വേവിച്ചെടുക്കണം. നല്ലപോലെ തിളച്ചതിന് ശേഷം ചക്കക്കുരു സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി വെണ്ടക്ക നോക്കാം. വെണ്ടക്കയിലേക്ക് കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളം ഇതൊന്ന് വറ്റി വരണം. മുഴുവനായി വെള്ളം വറ്റും വേണ്ട, കുറച്ചൊരു വെള്ളപ്പറ്റോടെ ഇത് വാങ്ങി വെക്കണം. ഇനി ഇത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർത്താൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള വെണ്ടക്ക മെഴുക്കുവരട്ടി റെഡിയായി. ഇനി ഒരു പഴുത്ത മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ പിരിയമുളക് പൊടി, 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ചക്കക്കുരു പയർ മെഴുക്കുവരട്ടി നോക്കാം. പയർ മെഴുക്കുവരട്ടി ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചക്കക്കുരും പയറും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെച്ച് ഒരു പാത്രത്തിലേക്ക് 20 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് 1 സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 5-6 വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ചതച്ച വറ്റൽമുളകും ചേർത്ത് കുരുമുളക് പൊടിയും വറ്റൽമുളകും ഒന്ന് മൂത്ത് വരണം. എണ്ണ വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം, കൂടുതൽ വേണമെങ്കിൽ. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച ചക്കക്കുരും പയറും ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു മെഴുക്ക് വരട്ടി റെഡിയായി. മാങ്ങ ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ഇളക്കി ഉടച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിക്ക് ആവശ്യത്തിനുള്ള തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഉപ്പ്, എരിവ്, പുളിയൊക്കെ നോക്കി കടുകും കറിവേപ്പിലയും വറ്റൽമുളകും താളിച്ച് വയ്ക്കണം. അത്രയേ ഉള്ളൂ. നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ പച്ചടി റെഡിയായി. ഇതുപോലെ മാങ്ങാപ്പച്ചടി ഉണ്ടാക്കി നോക്കാത്തവർ മാങ്ങാപ്പച്ചടി ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. തേങ്ങ ചേർക്കാത്ത നല്ല രുചിയുള്ള മാങ്ങാപ്പച്ചടി എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റുമാണ്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.